മങ്കൂസ് മൗലിദെന്ന് പറഞ്ഞാൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയതാണ്. സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ എഴുതിയതാണ്. അവര് ആരുടെ ശിഷ്യനാണ്? ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അവരെല്ലാവരും അന്നത്തെ അസ്ഹരിമാരാണ്. ജാമിഅത്തുൽ അസ്ഹറിൽ പഠിച്ചവരാണ്. ജാമിഉൽ അസ്ഹറിൽ പഠിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ കേരളത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ അസ്ഹരിമാരാണ്. അത് മഖ്ദൂമുമാരാണ്. അവര് ജാമിഉൽ അസ്ഹറിൽ പഠിച്ചു വന്നവരാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് ശിഷ്യന്മാരെ കാണാൻ പൊന്നാനിയിൽ വന്നു. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ അവരെഴുതിയ മൗലിദിന് മങ്കൂസ് മൗലിദ് എന്ന് പേര് വെച്ചു കൊടുത്തു. ആ മങ്കൂസ് മൗലിദിലുണ്ട് അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ അശ്ശഫാഅത ഹബ് ലനാ അവിടുത്തെ ശിപാർശ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്യണമേ. ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ അന്ത്യനാളിൽ അവിടുന്ന് അനുകമ്പയോടെ ശിപാർശ ഞങ്ങൾക്ക് നൽകണമേ. സയ്യിദി ഖൈറൻ നബി നബിമാരിൽ ഉന്നതരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ചൊല്ലുന്ന ആ അഭ്യർത്ഥന എവിടെന്ന് കിട്ടിയതാണെന്നറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരല്പസമയം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പൊന്ന് വീട്ടിലേക്ക് പോയതാണ്. അതിലും ചില രഹസ്യങ്ങളുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന നിമിഷങ്ങൾ വീട്ടുകാരോട് ചില സന്തോഷങ്ങൾ പങ്കുവെക്കാനും യാത്ര പറയാനുമുള്ള നേരമല്ലേ. അപ്പോൾ കൂട്ടുകാരനൊന്ന് മാറി നിന്നു കൊടുത്തതാണ്. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞു. അപ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സമനില തെറ്റിപ്പോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല. അഖ്റസായി പോയി. അല്പസമയത്തേക്ക് വാക്ക് പുറത്തു വരുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ബോധരഹിതനായി പോയി. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹിമായത്തിന്റെ കവചമായി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കി അമർത്തി സന്തോഷത്തിന്റെ എന്നാൽ വിരഹ ദുഃഖത്തിന്റെ ചുംബനം നൽകി. എന്നിട്ട് പറഞ്ഞു, ഫൽനകുൻ ബിബാലിക യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഓർമ്മ വേണം, ഞങ്ങളെ മറന്നു പോകരുത്. അതാണ് നമ്മൾ ചൊല്ലുന്നത് അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ. നാളെ ഒന്ന് കൈപിടിക്കണേ, അവിടുന്ന് യാത്രയാവുകയല്ലേ, ഒന്ന് കൈപിടിക്കണേ, വിട്ടുകളയല്ലേ എന്നാണ് അടുത്ത കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര പറഞ്ഞു പറയാനുണ്ടായിരുന്നത്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ളറിഞ്ഞ മഹബ്ബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തവണ മദീനയിലെത്തണം, ഒരുപാട് തവണ അവിടുത്തെ സന്തോഷത്തോടെ കാണണം. അവസാനം ഈ ലോകത്തോടൊന്ന് പിരിയുന്ന സമയത്ത് അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹുവേ, നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകാർ, കൂട്ടുകുടുംബാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്.